നമ്മൾ ഇന്ത്യക്കാരെ ഈ ടിക്ടോക്ക് ബാൻ ചെയ്ത ആ ഒരു സമയമുണ്ടല്ലോ, അന്ന് ശരിക്കും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്ത് കാരണം കൊണ്ട് എന്തിപ്പോൾ വരാനുള്ളൂ, ടിക്ടോക്കൊക്കെ എന്തിനാ ഇപ്പോൾ ബാൻ ചെയ്യുന്നത് ചൈനയ്ക്കെതിരായിട്ടുള്ള പ്രശ്നത്തിൽ എന്ന് എനിക്ക് അന്ന് ശരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ഡാറ്റ അടിച്ചു മാറ്റണമെന്നൊക്കെ എല്ലാവരും പറയുന്നത്. ഡാറ്റ ആണെങ്കിൽ ഡാറ്റ സെൻറ്റേഴ്സ് ഇന്ത്യയിലേക്ക് മാറ്റിയാൽ പോരെ, ആ പ്രശ്നം സോൾവ് ആവില്ലേ എന്ന് ഞാൻ ശരിക്കും ചിന്തിച്ചിരുന്നു. പക്ഷെ ഇന്നാണ് ഈ ടിക്ടോക്ക് കൊണ്ടുള്ള പ്രശ്നം എന്താന്ന് റിയൽ വേൾഡ് ഒരു എക്സാമ്പിൾ ഞാൻ കാണുന്നത്. ഇത് വല്ലാത്തൊരു സംഭവമാണ്. നന്നായി ബാൻ ചെയ്തതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. ടിക്ടോക്ക് ഉപയോഗിക്കാത്തവർക്കാണ് പുതിയൊരു ട്രെൻഡ് നടക്കുന്നുണ്ട്. ട്രേഡ് വാർ ടിക്ടോക്ക് എന്നാണ് ഇതിന്റെ പേര്. അതായത് ഇപ്പൊ അമേരിക്ക ചൈനയ്ക്ക് 145 ചൈന അമേരിക്കയ്ക്ക് 125 താരിഫൊക്കെ ഇട്ട് ഒരു ട്രേഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ. അപ്പൊ ഈ ചൈനക്കാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ടിക്ടോക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞു ഈ ചൈനയിലുള്ള ഫാക്ടറി ആൾക്കാരുടെ അടുത്ത്. വേറെ കോമഡി, ടിക്ടോക്ക് ഇല്ല ചൈനയിൽ ടിക്ടോക്കിന്റെ ബൈറ്റ് ഡാൻസിന്റെ വേറെ വെർഷനാണ് ഉള്ളത്. അവര് അവിടെ പോസ്റ്റ് ചെയ്യുന്നത് അമേരിക്കയിലുള്ള ടിക്ടോക്ക് കാണുന്ന ആൾക്കാർ കാണാൻ തുടങ്ങി. ആ ഒരു അൽഗോരിതം ഇവര് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ മനസ്സിലായോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇത് വന്നിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു കഴിഞ്ഞ ആഴ്ച ഈ ചൈനീസ് ആൾക്കാർ ഫാക്ടറിയിൽ നിന്നിട്ട് ഈ അമേരിക്കൻ ബ്രാൻഡ്സിനെ ഫുൾ എക്സ്പോസ് ചെയ്യുന്ന വീഡിയോസ് ആയിരുന്നു കുറെ ഇൻസ്റ്റാഗ്രാമിൽ. എല്ലാവരുടെ അൽഗോരിതം ഇങ്ങനെയാണെന്ന് അറിയില്ല. എൻ്റെ അൽഗോരിതം ഫുള്ള് റീൽസ് മൊത്തം ഇതായിരുന്നു. ഒരു ചൈനക്കാരൻ വരുന്നു, ചൈനീസ് ഫാക്ടറി എന്നാണ് പുള്ളി സംസാരിക്കുന്നത്. പുള്ളി പറയുന്നത് ഈ അമേരിക്കൻ ലക്ഷറി ബ്രാൻഡ്സ് ഒക്കെ ഇല്ലേ, ഈ ഗുച്ചി, വെർസാഷെ, പ്രാഡ, ഡിയോർ, അങ്ങനത്തെ ബെർക്കിൻ ബാഗ്സ്, അങ്ങനത്തെ ലക്ഷറി ബ്രാൻഡ്സ് മൊത്തം പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത് ചൈനയിൽ നിന്നാണ്. ഇവിടെ ഈ 2000-3000 രൂപയ്ക്ക് ഉണ്ടാക്കിയ സാധനമാണ് ഇവർ 2 ലക്ഷം രൂപയ്ക്ക് ഈ അമേരിക്കൻ മാർക്കറ്റ്സിലും ബാക്കിയുള്ള വേൾഡ് മാർക്കറ്റിലൊക്കെ കൊണ്ട് വിൽക്കുന്നത്. ആരും ഇതൊന്നും മേടിക്കരുത്. ഈ എംബ്ലം, ഈ ലോഗോ ഇല്ലാന്നുള്ളൂ, ഈ സാധനം നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തോ എന്നാണ് ആ വീഡിയോയിൽ ആൾക്കാർ വന്ന് പറയുന്നത്. ഇവർ ചെയ്യുന്നത് ഈ അമേരിക്കൻ ബ്രാൻഡ്സിനെ സെലക്ട് ചെയ്ത് തപ്പിപ്പിടിച്ചെടുത്ത് അവർക്കെതിരെ ഒരു സ്മിയർ ക്യാമ്പയിനാണ് നടത്തുന്നത്. അതിനവർ യൂസ് ചെയ്യുന്നത് ഈ അമേരിക്കക്കാർ 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്ന ടിക്ടോക്കിലൂടെയാണ്. ടിക്ടോക്കിന്റെ അൽഗോരിതം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ഭയങ്കര അഡിക്റ്റീവാണ്. റീൽസ് ഒന്നും അല്ല അതിന്റെ മുന്നിൽ. അപ്പൊ ഇപ്പൊ അമേരിക്കക്കാരൻ്റെ എതിരെയായി. അമേരിക്കയിലെ ഈ സാധാരണക്കാരൊക്കെ പറയുന്നത് എന്തിനാണ് ഞങ്ങൾ ഇത്ര വലിയ പൈസ കൊടുത്ത് മേടിക്കുന്നത്, ഞങ്ങൾ ചൈനയിൽ നിന്ന് ഈ 2000-3000 രൂപ സാധനം മേടിച്ചോളാം, ലോഗോ ഇല്ലാന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെയാണ് ഇപ്പൊ അവര് പറയുന്നത്. അതായത് അമേരിക്കയിലെ സാധാരണ ജനങ്ങൾക്ക് സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്ന പോലെ ചൈനക്കാര് പ്രവർത്തിക്കുക ടിക്ടോക്കിലൂടെ. അപ്പൊ തന്നെ ഈ ഹെർമിസും ബെർക്കിൻ ബാഗ്സിന്റെ ആൾക്കാരും വേറെ കുറെ ലുലു ലെമന്റെ ആൾക്കാരൊക്കെ വന്നിട്ട് അവര് പറയുന്നുണ്ട് ഇതൊക്കെ തെറ്റാണ്, ഇങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ ചൈനയിൽ നിന്നൊന്നും അല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഈ കൗണ്ടർ ഫീറ്റ് സാധനങ്ങളുടെ ഫേക്ക് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിന്റെ മെയിൻ ആൾക്കാരാണ് ചൈനക്കാര്. അപ്പൊ അവര് ഈ കൗണ്ടർ ഫീറ്റ് പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, അല്ലാണ്ട് ഒറിജിനൽ ഒന്നും അല്ല, ഞങ്ങളുടെ ബാഗൊക്കെ ഫ്രാൻസിലാണ് ഉണ്ടാക്കുന്നതൊക്കെയാണ് അവര് പറയുന്നത്. നൈക്കി ഷൂസിനൊക്കെ ഫാക്ടറി ഉണ്ട് ചൈനയിൽ, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങളാണ് അവിടെ ഫാക്ടറി പ്രവർത്തിക്കുന്നത്, ലേബർ മാത്രമേ ചൈനക്കാരുള്ളൂ, അല്ലാണ്ട് ചൈനക്കാരൊന്നും അല്ല ഇത് ഉണ്ടാക്കുന്നതൊക്കെ നൈക്കി ഷൂസുകാർ പറയുന്നത്. മൊത്തത്തില് ടിക്ടോക്ക് കൊണ്ട് എങ്ങനെ ഒരു രാജ്യത്തിനെ മൊത്തം ഇവരുടെ ബ്രാൻഡ്സിനെ മൊത്തം തകർക്കുക എന്ന് ചൈനക്കാർ ഇപ്പൊ കാണിച്ചു തന്നിരിക്കുകയാണ് ടിക്ടോക്കിലൂടെ. അപ്പൊ നാളെ ഇന്ത്യയും ചൈനയായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മുടെ അവിടെ ടിക്ടോക്ക് ഉണ്ടെങ്കിൽ അവർ എന്തൊക്കെ പറയുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ.